നിങ്ങളുടെ പ്രിപ്പറേഷൻ ശരിയായിട്ടുള്ള രീതിക്കാണോ പോകുന്നത്? അതിലൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങളിപ്പോൾ 10th മെയിൻസിന് പ്രിപ്പയർ ചെയ്ത് പോകുന്ന ആൾക്കാരാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രിപ്പറേഷന്റെ ഇടയ്ക്ക് ഡൗട്ട്സ് വരുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിജയത്തിലോട്ട് എത്തുമോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാനുണ്ടോ എന്നുള്ള ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആദ്യം ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു സിലബസ് കംപ്ലീറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ടൈം ഫ്രെയിമിനുള്ളിൽ സിലബസ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെ ഇതിനു മുമ്പുള്ള പരീക്ഷകളിൽ നിങ്ങൾ ആ ഒരു കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് വരാം. ഉദാഹരണത്തിന് LD എക്സാമിന് നിങ്ങൾക്ക് സിലബസ് ഫുള്ള് 100% സിലബസിൽ ഒരു 50% മാത്രമാണ് നിങ്ങൾക്ക് LD എക്സാമിന് മുമ്പ് വരെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിച്ചത്. പക്ഷെ നിങ്ങൾ LD എക്സാം നല്ല രീതിക്ക് കിട്ടുമെന്ന് വിചാരിച്ച് നല്ല രീതിക്ക് അധ്വാനിച്ച ഒരാളാണെങ്കിൽ ആ എക്സാമിന്റെ ആ ഒരു അനുഭവം നിങ്ങളുടെ ഉള്ളിൽ കിടന്നുകൊണ്ട് ഈ എക്സാമിന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ എന്നുള്ളത്. ഇങ്ങനെ ഒരു ഡൗട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്രയാണ്. ഈ ഒരു എക്സാമിന് ഫസ്റ്റ് ആയിട്ട് റാങ്ക് ലിസ്റ്റിൽ വരുന്ന ആൾക്കാർ മാത്രമല്ല, പല തവണയായിട്ട് റാങ്ക് ലിസ്റ്റിൽ വരുന്ന, പല റാങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാർ ലിസ്റ്റിലോട്ട് വരുന്നുണ്ട്. ഉദാഹരണത്തിന് 5-6 ലിസ്റ്റിലുള്ളവരായിരിക്കും പൊതുവെ ഒരു ലിസ്റ്റിൽ കൂടുതൽ ആൾക്കാർ. ഉദാഹരണത്തിന് ഇപ്പോൾ വരാണെങ്കിൽ സെക്രട്ടറി ഓയിൽ ഇത്ര പേരുടെ ലിസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു 1000 പേര് എടുക്കുകയാണ്, ലിസ്റ്റിൽ ഒരു 1000 പേര് എടുക്കുകയാണ്. ചിലപ്പോൾ അതിലൊരു 800 പേരും വേറെ 2, 3, 4 ലിസ്റ്റിലുള്ളവരായിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ചോളം ഇത് ജസ്റ്റ് ഒരു മറ്റൊരു ലിസ്റ്റ് മാത്രമാണ്. അതിനിടയിലോട്ടാണ് നമ്മൾ പുതിയ ആൾക്കാർ കടന്നു കയറേണ്ടത്. പുതിയ ആൾക്കാർ കടന്നു കയറുമ്പോഴത്തേക്ക് അവർക്കുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഒരു എക്സാമിന്റെ ലിസ്റ്റിൽ വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം കോൺഫിഡൻസ് ഉണ്ട്. അതായത് നമുക്ക് ലിസ്റ്റിൽ വരാൻ പറ്റുമെന്ന് അറിയുന്ന ഒരു കോൺഫിഡൻസ്, നമ്മൾ പഠിച്ചത് കൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്ന് അറിയുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് ആണ് അവരെ പിന്നീട് പല ലിസ്റ്റുകളിലും എത്തിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് കരുതി തന്നെ നിങ്ങൾ പഠിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ ഇതുവരെ ലിസ്റ്റിൽ വന്നിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ ലിസ്റ്റിൽ വരും പഠിച്ചു കഴിഞ്ഞാൽ എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വട്ടം ലിസ്റ്റിൽ വന്നവരോട് ചോദിക്കുക. അവർ പറഞ്ഞു തരും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ലിസ്റ്റിൽ വരും. പിന്നെ എന്തുകൊണ്ടാണ് കുറെ പേര് ലിസ്റ്റിൽ വരാതെ പോകുന്നതും വർഷങ്ങളോളം പഠിക്കേണ്ടിയും വരേണ്ടി വരുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ഇതിനൊരു കാര്യമുണ്ട്. 6 മാസം കൊണ്ട് എങ്ങനെ PSC നേടാമെന്നുള്ള വീഡിയോയിൽ ക്ലാസ് എടുക്കുന്ന ആൾക്കാർ ചിലപ്പോൾ 3-4 വർഷം PSC പഠിച്ചവരായിരിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ പ്രിപ്പറേഷന്റെ സമയത്തുണ്ടായ മിസ്റ്റേക്സ് കാരണമാണ് അവരുടെ വർഷങ്ങൾ നീണ്ടുപോകുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ കൊറോണ ടൈമിൽ വലിയ എക്സാംസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വളരെ വിരലിലെണ്ണാവുന്ന എക്സാംസ് മാത്രമാണ് 2 വർഷത്തെ കൊണ്ടൊക്കെ നടന്നത്. ആ ഒരു ടൈമിൽ PSC പഠിച്ചു തുടങ്ങിയവരെ സംബന്ധിച്ചോളം അവർക്കൊക്കെ വളരെ കുറവ് ഓപ്പർച്യൂണിറ്റീസ് ആണ് കിട്ടിയത്. പക്ഷെ ഈ ഇപ്പോഴത്തെ ടൈമിൽ ഒരുപാട് PSC എക്സാംസ് നടത്തുന്നുണ്ട്. അപ്പൊ തന്നെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. അതിനിടയ്ക്ക് പ്രിലിംസ് മെയിൻസ് എന്ന് പറഞ്ഞൊരു കാര്യം കൂടി കയറി വരിക ഉണ്ടായി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആ ഒരു ടൈം മാറുന്നതനുസരിച്ച് PSCയുടെ ഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചില ആൾക്കാർക്ക് 6 മാസം കൊണ്ട് ലിസ്റ്റിലോട്ട് വരാൻ സാധിക്കുന്നത്, ചിലർക്ക് 2 വർഷം കൊണ്ടും 3 വർഷം കൊണ്ടൊക്കെ ലിസ്റ്റിലോട്ട് വരുന്നത്. സെക്കൻഡ് വഴിക്ക് പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യമാണ്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ലിസ്റ്റിൽ വരുമെന്ന് ഉറപ്പിച്ച് ശേഷം മാത്രം പഠിക്കുക. അതായത് നിങ്ങൾ ലിസ്റ്റിൽ വന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ പഠിച്ചു ലിസ്റ്റിൽ വന്നു എന്ന് സങ്കല്പിച്ചിട്ട് അവിടുന്ന് പുറകോട്ട് പഠിച്ച് തുടങ്ങുക എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. അതായത് നിങ്ങൾ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുമെന്നാണ് അതിന്റെ അർത്ഥം. പഠിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഡൗട്ട് വരും. ഇപ്പോൾ ഒരു പ്രിപ്പയർ ചെയ്യുന്നത് ചിലപ്പോൾ 50,000 പേരായിരിക്കില്ല ഒരു എക്സാമിന്. അതിന് എങ്ങനെ 1000, 2000, 1000 ഇതിലോട്ടൊക്കെ ഞാൻ വരും എന്നുള്ളൊരു ഡൗട്ട്. അപ്പോൾ അതൊരു കാര്യമുണ്ട്. 50,000 പേരിൽ വരുമ്പോഴത്തേക്ക് കുറെ പേര് ഡൗട്ട് കൊണ്ട് തന്നെ പുറകോട്ട് പോകും. ചില ആൾക്കാർക്ക് അറിയില്ല നമ്മൾ അവർ പഠിക്കുവാണോ ഇല്ലെങ്കിൽ അവർ ഉഴപ്പുവാണോ എന്നറിയാത്ത ആൾക്കാരുണ്ട്. അതെന്താണ് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഇടയ്ക്കുള്ള സ്റ്റേജിലായിരിക്കും. നന്നായിട്ട് പഠിക്കുന്നതിന്റെയും ഒന്ന് പതിയെ പഠിച്ചു പോകുന്നതിന്റെ ഇടയിലുള്ള ഒരു സ്റ്റേജിലായിരിക്കും അവർ നിൽക്കുന്നത്. പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പഠിക്കുന്നുണ്ട്. ഒരു 3 ദിവസം കൂടുമ്പോൾ 2 ദിവസം കൂടുമ്പോഴൊക്കെ പഠിക്കുന്നുണ്ട്. എന്നാൽ പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിലോട്ട് എത്തേണ്ട രീതിയിൽ പഠിക്കുന്നില്ല. ഇപ്പോൾ വീഡിയോ കാണുന്നവരിൽ കൂടുതൽ പേരും ഇങ്ങനെ ഒരു സ്റ്റേജിലായിരിക്കും നിൽക്കുന്നത്. എല്ലാവരും, നമ്മളെല്ലാം, ഞാൻ ഉൾപ്പെടെ പലരും ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നതായിരിക്കും. നമ്മൾ പഠിച്ചിട്ട് ആവറേജ് രീതിയിൽ പഠിക്കുന്നുണ്ട്, എന്നാൽ റാങ്ക് ലിസ്റ്റിന്റെ ടോപ്പിൽ എത്താൻ പറ്റുന്ന രീതിയിൽ പഠിച്ചിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. റാങ്ക് ലിസ്റ്റിൽ ഒരു 50-100 റാങ്ക് വരുന്നവർ ഈ ഒരു വർഷം തന്നെ ജോലിക്ക് കയറി പോകും സെക്രട്ടറി വയ്ക്ക്. അപ്പോൾ അങ്ങനെ ഈ വർഷം തന്നെ ജോലിക്ക് കയറി പോകണമെന്നുള്ളവരാണ് എങ്കിൽ നിങ്ങൾ എന്താണ് ആ ഒരു രീതിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. നിങ്ങൾ ഡെയിലി 1 അവർ പഠിക്കുന്നത് ഇതിൽ നിന്ന് മാറിയിട്ട് ഡെയിലി 2 അവർ, 3 അവർ, 4 അവറിലോട്ട് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണ് പറ്റുന്നത് ആ രീതിക്ക് ഷിഫ്റ്റ് ചെയ്യുക. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഈ പറഞ്ഞ പോലെ പ്രിപ്പറേഷന്റെ ടൈം കൂട്ടിക്കൊണ്ടുവരിക. നിങ്ങളുടെ പ്രിപ്പറേഷന്റെ ടൈം കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കൂട്ടിക്കൊണ്ടുവരിക. നിങ്ങളുടെ പ്രിപ്പറേഷന്റെ ടൈം കുറവാണ് എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പ്രിപ്പറേഷന്റെ ടൈം കുറയുമ്പോഴത്തേക്ക് നിങ്ങൾ റിസൾട്ടിലോട്ട് എത്തത്തില്ല എന്നുള്ള വാസ്തവം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ സബ് കോൺഷ്യസ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം.
അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പ്രിപ്പറേഷന്റെ ടൈം കൂട്ടിക്കൊണ്ടുവരിക. പിന്നെ നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷന്റെ ഇടയിൽ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ടൈം വേസ്റ്റേജുകൾ ഒഴിവാക്കുക. നിങ്ങൾ ഇടയ്ക്ക് ബ്രേക്കുകൾ എടുക്കുക. ബ്രേക്കുകൾ എടുക്കുമ്പോൾ അരമണിക്കൂർ പഠിച്ച ശേഷം ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്ത് പഠിച്ചു തന്നെ പോവുക. അങ്ങനെ പഠിച്ചു പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ബ്രെയിനിന്റെ ഒരു ക്ഷീണവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഒരു ഫറ്റീഗ് നിങ്ങൾക്ക് ക്ഷീണം നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു അരമണിക്കൂർ പഠിച്ച് 10 മിനിറ്റ് ബ്രേക്ക് എടുത്ത രീതിയിൽ പഠിച്ചു പോകുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ വാക്ക് ഏറ്റവും പ്രധാനമാണെന്ന് നമ്മൾ നേരത്തെ പണ്ടത്തെ വീഡിയോ ആയിട്ട് പറയാറുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോകുക. പിന്നെ അതിന്റെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്ക് ഫെയിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ റാങ്ക് ഫെയിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ റാങ്ക് ഫെയിലിനെ കുറിച്ച് പറയാനാണെങ്കിൽ റാങ്ക് ഫെയിൽ ചിലപ്പോൾ പലതും വലുതായിരിക്കും. അപ്പോൾ 3 വോളിയും 4 വോളിയും ഒക്കെ റാങ്ക് ഫെയിൽ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ പ്രധാനം മാർക്കറ്റിൽ ഏത് റാങ്ക് ഫെയിൽ വേണമെങ്കിലും ഇറക്കിക്കോട്ടെ, പക്ഷെ നിങ്ങൾക്ക് സുഖകരമെന്ന് തോന്നുന്ന റാങ്ക് ഫെയിൽ വാങ്ങിച്ച് നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക. അപ്പം അങ്ങനെ പഠിക്കുമ്പോഴത്തേക്കുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്ക് ഫെയിലിന്റെ ഗുണമോ ഒന്നുമല്ല കാര്യം. നിങ്ങൾ ഒരു ഒറ്റ വോളിയുള്ള റാങ്ക് ഫെയിൽ ആണെങ്കിലും ഇപ്പോൾ റിലവന്റ് ആണ്. കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റാഗ്രാം റീൽ ഉണ്ടായിരുന്നു. അതായത് ടാലന്റിന്റെ പഴയ ഒറ്റ വോളിയം റാങ്ക് ഫെയിൽ 750 പേജുള്ള റാങ്ക് ഫെയിൽ ഇപ്പൊ ഒരു നൊസ്റ്റാൾജി ആയിട്ട് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞൊരു റീല്. അപ്പോൾ അത് ഇപ്പോഴും നൊസ്റ്റാൾജി ആയിട്ട് തോന്നേണ്ട കാര്യമില്ല. അത് വെച്ച് പഠിക്കാൻ പറ്റില്ല, പക്ഷെ സ്റ്റിൽ ഇപ്പോഴും 1000 പേജ് താഴെയുള്ള റാങ്ക് ഫെയിൽ വെച്ച് പഠിക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം നിങ്ങൾ ചോദ്യങ്ങൾ മോക്കുകൾ ചെയ്ത് പോകേണ്ടി വരും. സിവിൽ സർവീസ് എക്സാമിന് പോലും മോക്കുകൾ ഏറ്റവും പ്രധാനമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ആ വീഡിയോകളിൽ സിവിൽ സർവീസിന്റെ ഒക്കെ വീഡിയോകളിൽ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ PSC എക്സാമിന് മോക്ക് എത്രത്തോളം പ്രധാനമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മോക്ക് ടെസ്റ്റുകളുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ പോളിഷായി കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റുകൾ. അതുകൊണ്ട് തന്നെ മോക്ക് ടെസ്റ്റുകൾ എടുത്തു പോവുക നമ്മുടെ സെക്രട്ടറിയുടെ പ്രിപ്പറേഷന്റെ ഒപ്പം. പിന്നെ നിങ്ങൾക്ക് മറ്റു വരാവുന്ന ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ റാങ്ക് ഫെയിൽ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാമെന്നുള്ള കാര്യമാണ്. റാങ്ക് ഫെയിൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന കാര്യം പറയുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ പഠിച്ചാൽ തീരുന്ന ഒരു റാങ്ക് ഫെയിൽ ആയിരിക്കണമെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പ്രിപ്പറേഷന്റെ കാര്യത്തിൽ നമ്മൾ കോമ്പറ്റീവ് എക്സാമിന്റെ പ്രിപ്പറേഷന്റെ കാര്യത്തിൽ ഒരു കാര്യം പറയാറുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള പുസ്തകങ്ങളുടെ എണ്ണം കൂടുന്തോറും നിങ്ങളുടെ പ്രിപ്പറേഷൻ പ്രയാസമായിക്കൊണ്ടിരിക്കും എന്ന് പറയും. വീട്ടിൽ എത്രത്തോളം ബുക്കുകൾ കൂടുന്നുണ്ടോ അത്രത്തോളം പ്രയാസമായിരിക്കും പ്രിപ്പറേഷൻ. നിങ്ങൾക്ക് ഒരു 3-4 പുസ്തകങ്ങൾ മാത്രമാണ് ഒരു എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ, ഉദാഹരണത്തിന് അത്യാവശ്യം ചെറിയൊരു റാങ്ക് ഫെയിലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അതിന്റെ ഒപ്പം നിങ്ങൾക്ക് ചോദ്യങ്ങളുടെ ഒരു ബുക്ക് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ തൊഴിൽ വാർത്ത പോലുള്ള സാധനങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിനോടൊപ്പം ചോദ്യങ്ങളും ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ ഇത് മതിയാവും. അല്ലാതെ അതിന്റെ കൂട്ടത്തിൽ 10-15 ബുക്ക് വാങ്ങിച്ചിട്ട് ഒരു റാങ്ക് ഫെയിൽ തുറന്നു നോക്കി ഇപ്പുറത്ത് വേറൊരു റാങ്ക് ഫെയിൽ തുറന്നു വെച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി വിൽ ബി ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ്. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഷുഡ് ബി ഡിപ്പെൻഡിങ് ഓൺ സിംഗിൾ റാങ്ക് ഫെയിലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ പോകാനായിട്ട്. സിംഗിൾ റാങ്ക് ഫെയിലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് കറണ്ട് അഫയേഴ്സും മറ്റും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് മറ്റ് മൾട്ടിപ്പിൾ സോഴ്സസിന് വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ എങ്കിലും നമ്മൾ GK ടേംസിൽ നോക്കാനാണെങ്കിൽ നമ്മൾ സിംഗിൾ റാങ്ക് ഫെയിൽ ഡിപ്പെൻഡ് ചെയ്ത് പോകാം. സിംഗിൾ റാങ്ക് ഫെയിൽ ഡിപ്പെൻഡ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് റാങ്ക് ഫെയിലിൽ അപ്ഡേഷൻ പ്രധാനമല്ല. 2024 റാങ്ക് ഫെയിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്യാം. ശരിക്കും പഴയതിലോട്ട് പോകാതിരിക്കുക. കാര്യം കഴിഞ്ഞ 2020 ശേഷമുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേഷൻ ഭയങ്കര പ്രധാനമാണ്. കാര്യം ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ 2020 PSC പഠിക്കുന്നവരെ സംബന്ധിച്ച് അവർ 2013 LDC റാങ്ക് 2013 റാങ്ക് ഫെയിലൊക്കെ വെച്ചിട്ട് പഠിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ഒരിക്കലും ഒരു 2 വർഷം പുറകോട്ടുള്ള റാങ്ക് ഫെയിൽ വെച്ച് പഠിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. കാര്യം കൂടുതലും പുതിയ കാര്യങ്ങൾ ഒരുപാട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് അല്ലാതെ തന്നെ പുതിയ കാര്യങ്ങൾ ഒരുപാട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അപ്ഡേഷനൊക്കെ മാറി വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലെ സ്ഥാനവും കാര്യങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. അതുപോലെ ഇപ്പൊ ഗീക്ക് പ്ലാറ്റ്ഫോമിനെ പറ്റി ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിനകത്തൊക്കെ ചിലപ്പോൾ ഓപ്ഷൻസിൽ പുതിയ കാര്യങ്ങൾ കയറി വരാം. അപ്പോൾ ചോദ്യം ഗീക്ക് പ്ലാറ്റ്ഫോം ഒരു പഴയ കാര്യമാണെങ്കിൽ അതിനകത്ത് ഓപ്ഷൻസിൽ പുതിയ കാര്യങ്ങൾ കയറി വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അപ്ഡേഷൻ നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഒരു 2 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള റാങ്ക് ഫെയിലോട്ട് പോവാതിരിക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ LGS പോലുള്ള ഞാൻ കഴിഞ്ഞ ഒരു വീറ്റോടെ റാങ്ക് ഫെയിലിന്റെ കാര്യം പറഞ്ഞാൽ LGSന്റെ റാങ്ക് ഫെയിൽ അത് അപ്ഡേറ്റഡ് ആണ് ഓൾറെഡി. കാര്യം അതിൽ ചേഞ്ച് വരാനുള്ള ഫാക്ട്സും കാര്യങ്ങളൊന്നും ഇല്ല LGSൽ. അതുകൊണ്ട് തന്നെ അത് നമുക്ക് പഠിച്ചു പോകുന്ന ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ നമ്മുടെ റാങ്ക് ഫെയിൽസിന്റെ കാര്യത്തിൽ പ്രിപ്പറേഷൻ എപ്പോഴും ശ്രദ്ധിച്ചു പോകുക. നമ്മൾ ഓവർലോഡായിട്ട് പ്രിപ്പയർ ചെയ്യാതിരിക്കുക. ഇടയ്ക്ക് അത്യാവശ്യം റെസ്റ്റുകൾ കൊടുക്കുക. ഒരു 5 ദിവസം പഠിച്ചതിന് ശേഷം വീക്ക് ഡേയ്സിലെല്ലാം പഠിച്ചതിന് ശേഷം സാറ്റർഡേ റിവിഷൻ വെച്ച ശേഷം ഒരു സൺഡേ ഒരു ദിവസം ലീവായിട്ട് വെച്ചേക്കുക. സൺഡേ നിങ്ങൾക്ക് പഠിക്കാമെങ്കിൽ പഠിക്കുക. അപ്പോൾ ഇത് എന്റെ പേഴ്സണൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ 1 ഡേ വീക്ക്ലി നമുക്ക് തന്നെ ഒരു റെസ്റ്റിംഗ് ടൈം കൊടുക്കുമായിരുന്നു. പഠിക്കുന്ന നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ നിങ്ങൾ പറ്റുന്ന സമയം നിങ്ങൾക്ക് കിട്ടുന്ന സമയം പഠിക്കുക എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഒരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു നല്ലൊരു ആശയമാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണെങ്കിൽ ഞാൻ പറയുമോ, ഇപ്പോൾ നിങ്ങൾക്കൊരു ഒരാളെ കണ്ടെത്തിയാലും മതി നിങ്ങളുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ 2-3 ആൾക്കാർ നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള തന്നെ ആരെങ്കിലും കോൺടാക്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കോച്ചിങ് സെന്ററിൽ ഉള്ള ഒരാളെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിക്കുക. അത് വീട്ടിലിരുന്നോ കോച്ചിങ് സെന്ററിൽ ഇരുന്നോ ഒക്കെ പഠിക്കാം. അപ്പോൾ അങ്ങനെ ഒരു കമ്പൈൻ സ്റ്റഡി കോറം ഉണ്ടാക്കിയിട്ട്
അത് വെച്ചിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഒറ്റയ്ക്ക് ഇരുന്നാൽ പഠിക്കാൻ പറ്റാത്തത് പലരും പല ടൈപ്പാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നാലാണ് പഠിക്കാൻ കൂടുതൽ സൗകര്യം. അപ്പോൾ ഞാൻ കൂടുതൽ സമയത്തും ഒറ്റയ്ക്ക് ഇരുന്നായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് PSC ടൈമിൽ. ചിലവർക്ക് കമ്പൈൻഡ് സ്റ്റഡിയാണ് കൂടുതൽ ടൈം, കൂടുതൽ സൗകര്യം, കൂടുതൽ പഠിക്കാനായിട്ട് എളുപ്പം. എനിക്ക് കമ്പൈൻഡ് സ്റ്റഡിയുടെ സമയത്ത് എനിക്ക് കൂടുതൽ ഡിസ്ട്രാക്ഷൻസ് ആയിരുന്നു. കാര്യം ഞാൻ കൂടുതൽ സംസാരത്തിലോട്ടൊക്കെ പോകത്തുള്ളായിരുന്നു. അപ്പോൾ ചില ആൾക്കാർക്ക് കമ്പൈൻഡ് സ്റ്റഡിയാണ് കുറച്ചുകൂടി പഠിക്കാൻ സുഖകരം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നോക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ, നിങ്ങൾ ടീച്ചിങ് ഒരു മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾ ടീച്ചിങ് പേയ്മെന്റ് വാങ്ങിക്കൊണ്ട് തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ടീച്ചിങ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ടീച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടുകാരെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉള്ള പ്രിപ്പറേഷൻ മെത്തേഡ്സ് എല്ലാം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ റാങ്ക് ഫെയിൽ മുഴുവനും അരച്ചിലേക്ക് കുടിച്ചാൽ മാത്രമേ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് എത്തൂ എന്നുള്ള നിയമമൊന്നുമില്ല. റാങ്ക് ഫെയിൽ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് PSC ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് PSC എന്ന് പറഞ്ഞ ഒരു ബേസിക് ലെവൽ എക്സാം ആണ്. നോർമലി നമ്മൾ എങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാലും ഒരു അത്ര വലിയ കോമ്പറ്റീവ് എക്സാം ഒന്നും അല്ല. 10th ലെവൽ എക്സാം ഒക്കെ ബാക്കിയുള്ള എക്സാംസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണല്ലോ, അത് എളുപ്പമാണെന്നല്ല. അപ്പോൾ ആ ഒരു രീതിയും കൂടി മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ 10th മെയിൻസിന്റെ പ്രിപ്പറേഷൻ ശരിയായിട്ടുള്ള രീതിയിലാണോ പോകുന്നൊരു ഡൗട്ട് വരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് വരുന്നത്. നമ്മൾ ഒരു ദിവസം 3-4 മണിക്കൂറും പഠിക്കുമ്പോഴത്തേക്ക് ഒരിക്കലും നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യുകയാണെന്നോ ഇല്ലെങ്കിൽ പ്രിപ്പറേഷൻ ശരിയായിട്ടുള്ള രീതിക്കല്ല എന്നുള്ള തോന്നലൊന്നും വരില്ല. അപ്പൊ അങ്ങനെ തോന്നൽ വരാതെ ഒരു ഡൗട്ടും ഇല്ലാത്ത രീതിയിൽ നമ്മൾ കൂടുതൽ ടൈം പഠിച്ചു പോവുക. കൂടുതൽ ടൈം പഠിക്കുമ്പോഴത്തേക്ക് എക്സാമിന് 1-2 ആഴ്ച മുമ്പേ സിലബസ് കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചോദ്യങ്ങളെല്ലാം ഒരുമിച്ച് ചെയ്തു പോകുക എന്നുള്ളതാണ് ഇതിന്റെ ആപ്പാടുള്ള മെത്തേഡ്. ഇതിനകത്ത് വേറെ ട്രിക്സോ ടിപ്സോ ഒന്നുമില്ല. നിങ്ങളുടെ ഹാർഡ് വർക്കിന് യാതൊരുവിധ സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ല. നിങ്ങൾ പഠിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാനായിട്ട് ഒരുപാട് ടൂൾസ് നിങ്ങൾക്ക് ഓൺലൈൻ ടൂൾസ്, ChatGPTയും ജെമിനി ഒക്കെ ഉൾപ്പെടെ ഒരുപാട് ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. മലയാളം ലാംഗ്വേജ് ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ വഴിയും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകളായിട്ടും ഒക്കെ കിട്ടും. നിങ്ങൾ പെയ്ഡ് കോഴ്സ് എടുക്കേണ്ടവർക്ക് പെയ്ഡ് കോഴ്സ് ഒക്കെ എടുത്ത് പഠിക്കാം. അതിനൊന്നും യാതൊരു മടിയും വിചാരിക്കേണ്ട. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. യൂട്യൂബിൽ തന്നെ PSC ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൈസ ഒരിക്കലും PSC പഠനത്തിനൊരു തടസ്സമാകില്ല. അത് നമ്മുടെ തോന്നൽ മാത്രമാണ്. ഏജും ഒരു തടസ്സമല്ല. ഏജ് ലിമിറ്റ് ആയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് മെമ്മറി കുറവാകും ഏജ് കൂടുമ്പോഴെന്നുള്ളതൊന്നും ചിന്തിക്കേണ്ട. അതൊക്കെ വെറും തോന്നൽ മാത്രമാണ്. കാര്യം നിങ്ങളുടെ ഏജിൽ തന്നെ ഇപ്പോൾ ഒരു 36 വയസ്സുള്ളവർ തന്നെ വേറെ ഏതെങ്കിലും ഇതിലും ഹയർ ആയിട്ടുള്ള ടീച്ചിങ്ങും കാര്യങ്ങളും മെമ്മറൈസ് ചെയ്യുന്ന, ഫോർമുലാസ് ഒക്കെ മെമ്മറൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ടീച്ചേഴ്സ് ആയിട്ടൊക്കെ ഉള്ളവരുണ്ടാവും. 55 വയസ്സിൽ ടീച്ചിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പുതിയ ഫോർമുലാസും പുതിയ ചാപ്റ്റേഴ്സും ഒക്കെ പഠിച്ച്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു മെമ്മറി ഒരു ഫാക്ടർ അല്ല. മെമ്മറി ഇംപ്രൂവ് ചെയ്യുന്ന സാധനമാണ്. നമ്മൾ ബ്രെയിൻ യൂസ് ചെയ്യും തോറും ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു സാധനമാണ് മെമ്മറി ഇല്ലെങ്കിൽ ഓർമ്മ എന്നുള്ള സത്യം മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പരിമിതികളെല്ലാം നമ്മുടെ ഒരു മടി കൂട്ടാനുള്ള ഓരോ തോന്നലുകളാണെന്നുള്ള കാര്യം മനസ്സിലാക്കി നമ്മുടെ പ്രിപ്പറേഷൻ ടൈം കൂട്ടി നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് ഒരു ദിവസം പോലും ബുക്കിന് റെസ്റ്റ് കൊടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോവുക. ഇടയ്ക്ക് ഒരു ബ്രേക്ക്, വീക്ക്ലി വൺസ് ഒരു ബ്രേക്ക് ഇട്ട് പോവുക. അതേപോലെ വീക്ക്ലി വൺസ് ഒരു റിവിഷൻ ഇട്ട് പോവുക. ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഇത്രയും മാത്രമാണ് നമ്മുടെ പ്രിപ്പറേഷന്റെ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.